നമസ്കാരം, എന്റെ പേര് പാർവതി. യുകെയില് ഡ്രേക്കിന് വേണ്ടി അൻവിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഡ്രേക്ക് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അന്വേഷിച്ചതും ഞാൻ കണ്ടെത്തിയതും ഡ്രേക്കിന് കൊടുത്ത ഇൻഫർമേഷനും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലൊന്ന്, അൻവിന്റെ മുൻ ബിസിനസ് പാർട്ണറായ നിബു സിറിയാക്കിനെതിരെ യുകെയില് യാതൊരുവിധ കേസുമില്ല എന്ന് ഞാൻ ഡ്രേക്കിന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. എന്നാൽ ഒരു സിനിമാ കഥ പോലെ ഡ്രേക്ക് അത് വളരെ നല്ല രീതിയിൽ വളച്ചൊടിച്ചു. എനിക്ക് യാതൊരു ഉറപ്പില്ലാത്ത കാര്യം അത്. അവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, ഇല്ല. എന്തുകൊണ്ടാണ് ഞാൻ ആ പേര് മ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ഡിഫമേഷൻ കേസിന് എനിക്ക് താല്പര്യമില്ല. അന്വേഷിച്ചു പോയപ്പോഴോ ആ വ്യക്തി അന്വിൻ ചെയ്ത അതേ ബിസിനസ് യുകെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻവിന്റെ ബിസിനസ് അക്കൗണ്ട്സ് വ്യക്തമാണെന്നും അവൻ പറഞ്ഞ ഓരോ കണക്കുകളും ശരിയാണെന്നും ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. എന്തുകൊണ്ടാണ് ഞാൻ തന്ന ഓരോ ഇൻഫർമേഷനും താങ്കൾ വളച്ചൊടിച്ച് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. അത് ചർച്ചയാക്കി. അന്വിന് ലഹരി അതുപോലെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഡ്രേക്കിന്റെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായി അദ്ദേഹം പല സ്റ്റോറീസും ഇട്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റിന്റെ ഒരു നറേഷൻ മാത്രമാണ്. പക്ഷേ ഡ്രേക്കിന് തെറ്റിപ്പോയത് എവിടെയെന്ന് വെച്ചാൽ, അതിലൊരു ഫോട്ടോ അൻവിന്റെ സ്വന്തം സഹോദരി. അൻവിന്റെ ബിസിനസ്സിൽ തുടങ്ങിയ അന്വേഷണം ഒരു പേഴ്സണൽ അറ്റാക്ക് ആയി മാറിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായത്. ദാറ്റ് ദിസ് ഈസ് എ സൈബർ കൊട്ടേഷൻ. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഓരോരുത്തർക്കും ഇത് വ്യക്തമായി. ഡ്രേക്ക് വെറും റീച്ചിന് വേണ്ടി സൈബർ കൊട്ടേഷന്റെ ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരെയും കരുവാക്കുമായിരുന്നു. അൻവിനെതിരെ വളരെ ശക്തമായി ശബ്ദമുയർത്തിയിരുന്ന ഞാൻ ഇന്ന് തല കുനിക്കുന്ന ഒരു സാഹചര്യമായി. ഞാൻ ഓട്ടോഫൈലെ ഫ്രാഞ്ചൈസി ഉടമകളെ ഫോണിൽ ബന്ധപ്പെട്ടു. അതിൽ ഭൂരിഭാഗം പേരും മുഴുവൻ തുകയും കൊടുക്കാതെയാണ് ഈ ഫ്രാഞ്ചൈസി ആരംഭിച്ചിരിക്കുന്നത്. അടുത്തതായി, സൈലന്റ് ഇക്വിറ്റി എന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഡിസ്കോഡ് ഗ്രൂപ്പിലും അതുപോലെ അവരുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തുടക്കം മുതലേ ഞാൻ അതിലൊരു അംഗമായിരുന്നു. അതിൽ എവിടെയും തന്നെ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയോ ക്രിപ്റ്റോ സ്കാമിനെ പറ്റിയോ എനിക്ക് യാതൊരുവിധ തുമ്പും കിട്ടിയില്ല. മാത്രമല്ല, ആ ബിസിനസ് തുടങ്ങിയിട്ട് വെറും 4 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. എന്തിന് ഒരു സപ്പോർട്ടിംഗ് കമന്റ് ഇട്ടതിന്റെ പേരിൽ പലരെയും ഈ പറഞ്ഞ ഡ്രേക്ക് സ്റ്റോറി ഇട്ട് സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കുന്നത് ഞാൻ കണ്ടുവന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ഇയാള് റീച്ചിന് വേണ്ടി എന്ത് ചെറുത്തരവും കാണിക്കുന്നു എനിക്ക് മനസ്സിലായി. ഇനിയും ഇതെല്ലാം കണ്ട് നിശബ്ദയായിട്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ഡ്രേക്ക് വന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ വളച്ചൊടിച്ച് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ക്രെഡിറ്റ് എടുക്കാനേ അയാൾക്ക് അറിയത്തുള്ളൂ. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അയാൾക്ക് യാതൊരുവിധ മടിയില്ല. അയാൾ ഈ സ്നേഹം കിടന്ന് പരത്തുന്നതിനിടയിൽ സത്യം മറക്കപ്പെട്ടു എന്നതാണ് വാസ്തവം. ഇനി അവസാനമായി ഈ വീഡിയോ കൂടി നിങ്ങൾ കാണുക. ഞാൻ ഒരു ബില്യനെയറോ ഒന്നും അല്ല. എനിക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്റെ ഉണ്ട്. അത് ഞാൻ പറയാൻ മടിയൊന്നുമില്ല. എനിക്ക് നമുക്കില്ലാത്ത കാര്യം നമുക്കില്ലെന്ന് പറഞ്ഞാൽ പോരെ. എടാ ഡ്രേക്കേ, നിന്റെ പാർട്ട് 3 റിലീസിന് ശേഷം എന്റെ പാർട്ട് 2 വിത്ത് ഫുൾ എവിഡൻസ് ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ബൈ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് ഓഡിയോ കേൾക്കുന്നുണ്ട്. അത് ഡ്രേക്കിൻ്റെ സൗണ്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ആദ്യം തൊട്ടേ ഉണ്ടെങ്കിൽ ഡ്രേക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അതെല്ലാം കള്ളമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ആദ്യമേ ഉണ്ടെങ്കിൽ BMW കാര്യം പറഞ്ഞാൽ അത് പിന്നെ ഉണ്ടെങ്കിൽ അത് ഡ്രേക്ക് തന്നെ മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഡ്രേക്ക് ഉണ്ടെങ്കിൽ നേരെ ഒന്നും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം. അത് തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇതേ കണക്ക് സത്യം വിളിച്ച് പറയുന്നത്. ഇതേ കണക്ക് താൻ അന്വേഷിച്ചത് മാത്രമല്ല ഇവർ തുറന്ന് പറയുന്നത്. ഇവർ ഇഷ്ടത്തിനാണ് ഇതേ കണക്കുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ഇതേ കണക്ക് നമുക്കൊരു പബ്ലിസിറ്റി വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങളെന്നാണ് ഇതേ കണക്ക് ഡ്രേക്ക് ഈ പെൺകുട്ടിയെടുത്ത് പറഞ്ഞെന്നുള്ളൊരു ഓഡിയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ അവർക്കെതിരെ ഭയങ്കരമുള്ള നെഗറ്റിവിറ്റി, അതോടെ തന്നെ അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് തെളിവുകളായിട്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്നത് കാണുന്നതാണ്. അതിനുശേഷം അതല്ലെന്ന് അറിയുമ്പോഴത്തേക്ക് പിന്നെ അതിനെപ്പറ്റി ആരും സംസാരിക്കത്തുമില്ല. കുറച്ച് പേര് ഇത് കള്ളമാണെങ്കിൽ പോലും ഉണ്ട് ഇത് കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇത് വിശ്വസിച്ച് അവരുടെ പിറകെ പോയിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും നമ്മൾ ഭയങ്കരമായിട്ട് കാണുന്നതുമാണ്.